ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോണത് ഒരു മനോഹരമായിട്ടുള്ള ഐറിഷ് ഹിസ്റ്റോറിക്കൽ സൈറ്റിലേക്കാണ് കേട്ടോ. ദാറ്റ് ഈസ് ദ സ്റ്റണ്ണിങ് ഡൊണിഗൽ കാസിൽ. അപ്പോൾ ഇത് അയർലാൻഡിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള കൗണ്ടി ഡൊണിഗലിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. സോ പാക്ക് യുവർ വെർച്വൽ ബാഗ്സ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ ദിസ് മജസ്റ്റിക് കാസിൽ ടുഗദർ. അപ്പോൾ ഇങ്ങനെ ആരംഭിക്കല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററി പറയാനാണെങ്കിലും ഒരുപാടുണ്ട് കേട്ടോ. ഡൊണിഗൽ കാസിൽ വാസ് ഒറിജിനലി ബിൽഡ് ഇൻ ദ ലാസ്റ്റ് 15th century. 1474 കേട്ടോ ഈ ഒരു കോട്ട ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. Right now I am standing outside the castle and honestly it's absolutely breathtaking. പാറക്കെട്ട് കൊണ്ടുള്ള കെട്ടിടങ്ങൾ, ഹൈ വാൾസ് എല്ലാം വേണ്ടി കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു വലിയ എൻട്രൻസ് ഗേറ്റ് ആണ് വിത്ത് എ ബ്യൂട്ടിഫുൾ സ്റ്റോൺ ആർച്ച്. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. പെർ ഹെഡ് €5 ആണ് വരുന്നത്. അത് നമുക്ക് എടുത്തിട്ട് ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ട്. അദ്ദേഹം നമുക്ക് അത്യാവശ്യപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇതാണ് കേട്ടോ ഈ ഒരു കാസിൽ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗൈഡ് നമുക്ക് ഒരു ചെറിയൊരു ഷീറ്റ് പോലെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻഫർമേഷനാണ് കേട്ടോ ഈ ഒരു കാസിലിനെ കുറിച്ചിട്ടും കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളൊരു പേപ്പർ ആണ് അത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തുടക്കം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മളൊരു പഴയ കാലത്തിലേക്കൂടെ യാത്ര ചെയ്യണ പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. ആ ഒരു വൈബൊക്കെ നമുക്ക് കിട്ടും. ഇവിടെ കുറേ വൈൻ ക്യാനുകൾ, പണ്ട് കാലത്തെ വൈൻ ക്യാനുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അവരുടെ ഫേസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് തല ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അതുപോലെ നിന്ന് ഫോട്ടോ എടുത്തിട്ടോ. ഹിസ്റ്ററി ഒക്കെ ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലത്തെ പഴയ ബിൽഡിംഗ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കും വരാൻ പറ്റിയ നല്ലൊരു പ്ലേസാണ് കേട്ടോ ഇത്. അതുപോലെ കുട്ടികൾക്കും ഫാമിലി അടക്കം എല്ലാവർക്കും വന്ന് കാണാനും അതുപോലെ ഒരു നല്ലൊരു ലേണിംഗ് സ്പോട്ടാണ് കേട്ടോ ഇത്. പ്ലസ് ദ നിയർ ബൈ ഡൊണിഗൽ ടൗൺ ആസ് കഫേസ്, പബ്സ് ആൻഡ് സം ഷോപ്പിംഗ് ടു. സോ മേക്ക് എ ഫുൾ ഡേ ഔട്ട് ഓഫ് ഇറ്റ്. ഇതൊരു കുഞ്ഞൊരു സ്റ്റെയർ കേസ് ആണ് കേട്ടോ. ഈ സ്റ്റോൺ കൊണ്ട് തന്നെയാണ് ഈ സ്റ്റെയർ കേസ് ഉള്ളത്. അത് നമ്മളിങ്ങോട്ട് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ തന്നെ ഒരു ചെറിയൊരു ഇത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ആദ്യം കണ്ട് മനസ്സിലായില്ല, ചെന്ന് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ടോയ്ലറ്റാണ്. ആ ഒരു കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവർ ഇതാക്കിയിരുന്ന ഒരു ടോയ്ലറ്റ് കേട്ടോ. ഞാനിപ്പോൾ ഈ കയറി ചെല്ലുന്നത് ഈ കോട്ടയുടെ ഒരു മെയിനായിട്ടുള്ളൊരു റൂമിലേക്കാണ് കേട്ടോ. ഹോണസ്റ്റ്ലി ദിസ് പാർട്ട് ഓഫ് ദ കാസിൽ ഈസ് ജസ്റ്റ് വാവ്. എന്താ പറയുക, ഇറ്റ്സ് എ ബിഗ് റൂം. പഴയ ഫർണിച്ചർ, അതുപോലെ ആൻറ്റിക് സ്റ്റൈൽ ചെയേഴ്സ് ആൻഡ് ഈവൻ എ റൈറ്റിംഗ് ഡെസ്ക് എല്ലാം ഇപ്പോഴും അതേ ഒരു വിൻറ്റേജ് വൈബിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ പഴയ കൊട്ടാരത്തിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ മാനിൻ്റെ തല, സിംഹത്തിൻ്റെ തല, അതൊക്കെ ഇങ്ങനെ ചുമരുമ്പോൾ ഇങ്ങനെ വെച്ചിരിക്കണം. അതൊക്കെ ഇവിടെയും കാണാൻ വേണ്ടി പറ്റിയിട്ടോ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് സ്പൈറൽ സ്റ്റെയർ കേസ്, ഇത് നല്ല സൂപ്പറായിരുന്നു. അതുപോലെ ഈ റൂമിൽ ഞാൻ കണ്ടത് വാസ് സംതിങ് റിയലി ഇൻട്രസ്റ്റിംഗ്. അത് ഈ ഡൊണിഗൽ കാസിലിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക മോഡേൺ വേർഷനാണ് കേട്ടോ. ലൈക്ക് എ ഫുൾ മിനിവേച്ചർ സ്ട്രക്ചർ ആൻഡ് ദ ഡീറ്റെയിലിംഗ് ഈസ് ജസ്റ്റ് അമേസിങ്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. ഓക്കെ, സോ ദാറ്റ് വാസ് അവർ ലിറ്റിൽ ടൂർ ഓഫ് ദ മജസ്റ്റിക് ഡൊണിഗൽ കാസിൽ. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ അയർലാൻഡിലെ ഹിസ്റ്ററി, ആർക്കിടെക്ചർ ആൻഡ് നാച്ചുറൽ ബ്യൂട്ടി എല്ലാം കൂടെ ഒരുമിച്ച് കാണാനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് കേട്ടോ ഇത്. ഇഫ് യു എവർ ഫൈൻഡ് യുവർ സെൽഫ് ഇൻ കൗണ്ടി ഡൊണിഗൽ, ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഓൾസോ. അപ്പോൾ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിൽ പിന്നെയും കാണാം. Until then, take care and happy exploring. Bye.